ഹായ്. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട വാമപ്പാണ്. നമുക്ക് വയറിന് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്, അതല്ല നിങ്ങൾ കാലിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നത് വെച്ചാൽ ഒന്നും കാര്യമില്ല. നമ്മൾ വാമപ്പ് ചെയ്താലേ പറ്റുള്ളൂ. അത് ചെയ്യാണ്ട് നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഞാൻ വയറിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, പിന്നെ വാമപ്പിൻ്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ബോഡി ഫുള്ള് എല്ലാ ജോയിൻസിനും നമ്മൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇല്ലെങ്കിൽ ബോഡി പെയിനൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ബോഡി പെയിൻ ഉണ്ടാകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ വാമപ്പ് ചെയ്ത് നമ്മളെ ബോഡിയെ ഒന്ന് ഉഷാറാക്കിയിട്ട് വേണം, ബ്ലഡൊക്കെ നന്നായിട്ട് ഓടട്ടെ ബോഡിയിലേക്ക്, ഉഷാറൊക്കെ ആക്കിയിട്ട് വേണം നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതിന് യാതൊരു മടിയും വിചാരിക്കരുത്. നമ്മളെല്ലാ വർക്കൗട്ട് എടുക്കുമ്പോൾ വയറിൻ്റെ വർക്കൗട്ടെന്ന് മാത്രം നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാറുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ എല്ലാ വീഡിയോയിലും വാമപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുന്ന അത് കാണുന്ന നിങ്ങൾക്കും പാടായിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് വർക്കൗട്ടിലോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷെ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ വാമപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്താത്തത്. പക്ഷെ അതുകൊണ്ട് അത് ചെയ്യാണ്ട് ഡയറക്റ്റ് ഇതിലോട്ട് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് വളരെ 3 മിനിറ്റ് സംതിങ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ, ഈ വാമപ്പിൻ്റെ. ഇത് വളരെ വിശാലമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വാമപ്പാണ് ഞാനിതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലും ചെയ്യാണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വർക്കൗട്ട് തുടങ്ങരുത്. വളരെ ഈസി ആയിട്ടുള്ളതാണ് ഇത്. നിങ്ങൾ എത്ര മടിയുണ്ടെങ്കിലും ഇതൊന്ന് ചെയ്തിട്ട് മാത്രമേ തുടങ്ങൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാമപ്പ് കൊടുക്കാണ്ട് നമ്മളെ ബോഡി വർക്കൗട്ടിലോട്ട് കൊടുക്കരുത്. അത് അത്രയും നമുക്കത് പിന്നീട് ഭയങ്കര അപകടമായിട്ട് വരും. അപ്പോൾ അത് നമ്മളത്രയും അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. വാമപ്പ് എടുക്കാണ്ട് നമ്മൾ ഒരിക്കലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ വളരെ കുറച്ചും വളരെ എളുപ്പമുള്ളതൊക്കെ വെച്ചാൽ നമുക്ക് വേണ്ടത് എന്താണോ അത്യാവശ്യം വേണ്ടത്, വളരെ ഞാൻ പറഞ്ഞെനിക്ക് വളരെ ഭയങ്കര നല്ല രീതിയിൽ ഇങ്ങനെ വിശാലമായിട്ടൊന്നും എല്ലാം അങ്ങനെയല്ല, പക്ഷേ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് മിസ്സാക്കാണ്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്ത് കറക്റ്റ് ബോഡിയൊക്കെ ലെവലായതിന് ശേഷം മാത്രം നിങ്ങൾ വർക്കൗട്ടിലോട്ട് പോവുക. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് കിട്ടും. എല്ലാം നമ്മൾ ക്ഷമയോടെ ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ വയറിൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നിടത്ത് ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 മാസം 2 മാസം 3 മാസം കണക്ക് വെച്ച് ചെയ്യാൻ നിൽക്കേണ്ട. ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം വയറാണ്. നമുക്ക് 1 മാസം കൊണ്ട് ടപ്പനെ വയറ് കുറയുമെന്നൊക്കെ നമുക്ക് വാഗൊണ്ട് പറയാനേ പറ്റുള്ളൂ. കാരണം കുറയില്ല എന്നല്ല കേട്ടോ, നമ്മൾ മനസ്സ് കൊടുത്ത് ക്ഷമയോടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഈ പറയുന്ന കണക്ക് നമ്മുടെ ബാക്കി സൈഡ് ഫാറ്റ് അതൊക്കെ പെട്ടെന്ന് നമുക്ക് കുറയും കേട്ടോ. സൈഡ് ഫാറ്റ് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ഫാറ്റ് ഉണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തുണ്ട്, പിന്നെ നമുക്ക് ബാക്ക് ഫാറ്റ് അതൊക്കെ പെട്ടെന്ന് കുറയും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പലരുടെയും ശരീരപ്രകൃതി പലതാണ്. അപ്പോൾ ചിലർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് വളരെ പതുക്കിയിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ മനസ്സിലാക്കുക. അയ്യോ അവർക്ക് കിട്ടില്ല. ഇതിൽ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടുകളും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ക്ഷമയോടെ കാത്തിരിക്കുക, ക്ഷമയോടെ ചെയ്യുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾ വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്തിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കും കേട്ടോ. അപ്പോൾ ഉപകാരപ്രദമായ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.